ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ചിക്കൻ മഞ്ചൂരിയൻ്റെ ഒരു വീഡിയോ ആയാലോ. അപ്പോൾ ചിക്കൻ മഞ്ചൂരിയന് വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചിക്കൻ വേണം, കോൺഫ്ലോർ വേണം, മൈദ വേണം, മുട്ട വേണം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം, ഉപ്പും വേണം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കാം. അതിലേക്ക് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം, മൈദ ഇട്ട് കൊടുക്കാം, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നന്നായി കുഴച്ചിട്ട് നമ്മൾ നേരത്തെ തന്നെ ചിക്കൻ കഴുകിയിട്ട് വെള്ളം നന്നായി ഊറ്റിക്കളയണം കേട്ടോ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ ആ കൂടെ അങ്ങോട്ട് വെള്ളം പോലെ ആയിരിക്കും. അപ്പോൾ നന്നായി ചിക്കൻ വെള്ളം കളയാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ എടുത്തിട്ട് ഞാൻ ഈ മിക്സ് ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് മാറ്റി വെച്ചു. ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങളിത് മാറ്റി വെക്കണം കേട്ടോ, മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ അരമണിക്കൂർ കഴിഞ്ഞു. ഞാൻ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് ചിക്കനൊക്കെ ഓരോന്നോരോന്നായി തന്നെ ഇട്ട് നമ്മൾ വറുത്തെടുക്കണം. കാരണം ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ അത് ഒരുമിച്ച് അങ്ങോട്ട് കട്ട കുത്തിപ്പോകും. അപ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. അങ്ങനെ ഇതെല്ലാം ചിക്കനെല്ലാം ഞാൻ വറുത്ത് മാറ്റിയെടുത്തിട്ടുണ്ട്. ചിക്കൻ വറുത്തതിന് ശേഷം അതിൽ തന്നെ കുറച്ച് എണ്ണ മാറ്റിയിട്ട് നേരത്തെ മുറിച്ച് വെച്ച സബോള അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സബോള വഴറ്റി കിട്ടും കേട്ടോ. അങ്ങനെ സബോള വഴറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുത്തു. അങ്ങനെ ഇട്ട് അതും ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുത്തു. അതൊന്ന് നന്നായിട്ട് വഴന്ന് വന്ന ശേഷം തന്നെയാണ് ഞാൻ ക്യാപ്സിക്കം കൂടി അതിലിട്ട് കൊടുത്തത്. അങ്ങനെ ക്യാപ്സിക്കം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴന്നപ്പോൾ അതിലേക്ക് നമ്മൾ തക്കാളി സോസ് ഒഴിച്ചു, ചില്ലി സോസ് ഒഴിച്ചു, കുറച്ച് സോയാ സോസും കൂടി ഒഴിച്ചു കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഏകദേശം കണക്കിന് ഒഴിച്ച് പിന്നെ വേണം തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒഴിക്കുക. അങ്ങനെ അതൊന്ന് ഇളക്കിയെടുത്തിട്ട് ചിക്കന് പാകമായിട്ടുള്ള വെള്ളം, ആ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് തിളയ്ക്കാൻ വെച്ചു. അത് തിളയ്ക്കാൻ വെച്ച നേരം കൊണ്ട് ഞാൻ കുറച്ച് കോൺഫ്ലോർ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളത്തിൽ കുറച്ച് മാത്രം അങ്ങനെ കലക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇത് തിളച്ചതിന് ശേഷം നമ്മുടെ ചിക്കൻ അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. എന്നിട്ട് കോൺഫ്ലോറും വെള്ളം കൂടി മിക്സ് ചെയ്തത് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കുക, ഒന്ന് കട്ടിയാക്കി എടുക്കുക. അപ്പോൾ അതേ നമ്മുടെ ചിക്കൻ മഞ്ചൂരിയൻ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.